ഹായ്! ഇന്ന് നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിച്ചാലോ? കോവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നമുക്ക്. അതിനു വേണ്ടി മീഡിയം വലുപ്പത്തിലുള്ള 10-12 കോവയ്ക്കയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി 2-3 പച്ചമുളക് എടുക്കാം. 2-3 ചുവന്നുള്ളി എടുക്കാം. ഇനി ഇതെല്ലാം നമുക്കൊന്ന് നന്നായി കഴുകിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കോവയ്ക്ക ഒന്ന് അരിഞ്ഞെടുക്കാം. നീളത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കുന്നത്. ഒരുപാട് കനം കുറയ്ക്കുകയും വേണ്ട, എന്നാൽ ഒരുപാട് കനം കൂടുതലും വേണ്ട. ഒരു മീഡിയത്തിൽ നമുക്കങ്ങ് അരിഞ്ഞെടുക്കാം കേട്ടോ. കനം കൂട്ടി അരിഞ്ഞാൽ നമുക്ക് ഫ്രൈക്ക് ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ലെന്നേ. എന്നാൽ കനം കുറച്ചാലോ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. എന്താല്ലേ? ഇനി നമുക്ക് ചുവന്നുള്ളി അരിഞ്ഞെടുക്കാം. ഞാൻ കനം കുറച്ച് നീളത്തിലാണ് ചുവന്നുള്ളി അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഞാനത് തീരെ കനം കുറച്ച് പൊടിയായിട്ട് വട്ടത്തിലാട്ടോ അരിഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചത് ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 5-6 മിനിറ്റ് എണ്ണയിൽ കിടന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ക്രിസ്പി ആയിട്ട് കോവയ്ക്ക കിട്ടും കേട്ടോ. ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിലേക്ക് നമുക്കതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടും. ഇനി നമുക്കൊന്ന് കോരി മാറ്റി വയ്ക്കാം. ശേഷം ആ സെയിം വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ പച്ചമുളകും ഉള്ളിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.